യെസ്, അങ്ങനെ ന്യൂസ് മോർണിംഗിൽ വാർത്തകൾ വിശദമാകുമ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഒരു അതിഥിയിലേക്ക് പോവുകയാണ്. നമ്മൾ ന്യൂസ് മോർണിംഗിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മലയാള വാർത്താ അവതരണ രംഗത്ത് സ്വകാര്യ ചാനലിലെ ആദ്യ തത്സമയ വാർത്താ അവതരണത്തിന് ഇന്ന് സെപ്റ്റംബർ 30-ന് 30 ആണ്ട് തികയുകയാണ്. പക്ഷെ നമ്മൾ ആ പേര് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അതിഥി കൂട്ടി വായിക്കുക എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെയുണ്ട്, പക്ഷെ ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എടുക്കാം അല്ലേ? പ്രമോദ് രാമൻ, മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമനാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രേക്ഷകർക്കൊക്കെ അറിയാമായിരിക്കും, സ്വകാര്യ വാർത്താ ചാനലിൽ ആദ്യമായി മലയാളത്തിൽ വാർത്ത വായിച്ച, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി വാർത്ത വായിച്ച വ്യക്തിയാണ് നമ്മുടെ എഡിറ്റർ എന്നുള്ള അഭിമാനത്തോടു കൂടി നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രമോദ് സാർ, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഞാനും പ്രമോദ് സാറും കൂടെ സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങളൊക്കെ, വളരെ ഓൺലൈൻ സംസാരിച്ചത്. വളരെ രസകരമായ കുറെ അനുഭവങ്ങളൊക്കെ, അതായത് കുറെ ചിരി വളർത്തുന്ന അനുഭവങ്ങളാണ്. എന്നാൽ പോലും അതൊരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 30 വർഷം എന്ന് പറയുമ്പോൾ അത് മലയാള വാർത്താവതരണ രംഗത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ 30 വർഷം ആദ്യത്തെ വാർത്താവതാരകൻ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. താൻ ആദ്യമായി ആ ഒരു തത്സമയ സംപ്രേഷണം കഴിഞ്ഞതിന് ശേഷം ആ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെങ്ങനെയാണ് ആ ഒരു 30 വർഷത്തെ ചരിത്രത്തെ ആദ്യ തത്സമയ വാർത്താവതാരകൻ എങ്ങനെ കാണുന്നു എന്നറിയാൻ ഒരു കൗതുകമുണ്ട്. ഗുഡ് മോർണിംഗ് ജിൽസി, നൗഫൽ. സത്യത്തിൽ ഈ മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച ആദ്യ വാർത്താ ബുള്ളറ്റിനിൽ നിന്ന് നമ്മളിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാർത്താ ബുള്ളറ്റിൻ, ഇത് ന്യൂസ് മോർണിംഗ് നമ്മുടെ ഒരു വാർത്താ ബുള്ളറ്റിനാണല്ലോ, അതിലേക്കുള്ള ആ ഒരു സഞ്ചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടവും അതിലൂടെ വന്നിട്ടുള്ള ഉള്ളടക്കത്തിനും മറ്റുമൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ സത്യം പറഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ 7 മണിക്ക് ഞാനൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ഞാൻ ഓൺ ചെയ്തു. അതെൻ്റെ ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ പോലെ ഞാനത് ഓൺ ചെയ്ത സമയത്ത് അവരുടെ വാർത്താ പ്രഭാതം നമസ്തേ കേരളം ആണെന്ന് അത് തുടങ്ങുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ അവതാരക അതിൻ്റെ ആദ്യത്തെ വാർത്താ ബുള്ളറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടൊരു തുടങ്ങുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ വാർത്താ ബുള്ളറ്റിൻ അവതരിപ്പിച്ചതിൻ്റെ എന്താ പറയുക, വിഷ്വൽ അവിടെ വന്നു, ചെറിയൊരു ശകലം മാത്രം. അപ്പോൾ അതിനകത്ത് എന്താണ്, ഇന്നലെ എന്നോട് ജിൽസി ചോദിച്ചിരുന്നു, ഈ ആദ്യമായി വാർത്ത വായിച്ചത് ഏത് വാർത്തയായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു, അത് അതിന് മുമ്പൊരു നമ്മളൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, ആ സമയത്തുള്ള റിസൾട്ടാണ് ആദ്യം വായിച്ചത്. പക്ഷെ അത് ഓൺ എയർ പോയതായിരുന്നില്ല. ഉദ്ഘാടനത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ വാർത്താ അവതരണത്തിൻ്റെ ആദ്യത്തെ വാർത്ത എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അവരത് കാണിച്ചപ്പോൾ നമ്മൾ നമസ്കാരം, പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞ് ആദ്യം വായിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി തുടങ്ങിയെന്നാണ്. അതൊരു ഹെഡ്ലൈനാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി തുടങ്ങി, ഇത്രയേ ഉള്ളൂ. അതൊരു ഹെഡ്ലൈനാണ്. അപ്പോൾ അന്നത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അതൊരു തലക്കെട്ടാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാൻ കഴിയില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി തുടങ്ങി എന്ന് മാത്രം. ദൂരദർശൻ സ്റ്റൈലാണോ, ദൂരദർശന്റെ ഹാങ് ഓവർ ആണോ ശരിക്കും ആ ഹെഡ്ലൈനിലൊക്കെ വന്നിട്ടുണ്ടാവുക? ഉണ്ടാവും നൗഫൽ, തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം അന്നൊക്കെ നമ്മൾ അതിനെങ്ങനെ ഒരു വിഷ്വൽ ജേർണലിസത്തിലേക്ക് പരിവർത്തിപ്പിച്ചുകൊണ്ട്, കാരണം മിക്കവാറും ഒക്കെ അതിനകത്ത് അന്ന് നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ മിക്കവാറും എല്ലാവരും തന്നെ പ്രിന്റ് ജേർണലിസത്തിൽ നിന്ന് വന്ന ആളുകളാണ്. വാർത്ത എഴുതുന്നതിൽ പോലും അതിൻ്റെ സ്വഭാവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു, മുഴുവനായിട്ടും പ്രസ്താവിച്ചു എന്നൊക്കെ പറയുക. കാരണം ആ രീതിയിലായിരുന്നു അന്നത്തെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിയുന്നതും അതൊരു വിഷ്വൽ ജേർണലിസത്തിൻ്റെ രീതിയിലേക്ക് പിന്നെ മാറ്റിക്കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ അതൊരു ഫസ്റ്റ് ഹെഡ്ലൈനാണ്. അങ്ങനെയാണെന്നത് തുടങ്ങിയത്. പിന്നീട് അതിൽ ഇപ്പോൾ എന്താണ്, ഒരുപക്ഷെ അത് പിന്നെ മാറി വന്നിട്ടാണ് നമുക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്നിപ്പോൾ തുടങ്ങിയാൽ എന്താ, തുടങ്ങിയില്ലെങ്കിൽ എന്താ, നമ്മൾ അതൊന്നും ഇപ്പോൾ ഒരു ഹെഡ്ലൈനായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. പക്ഷേ അങ്ങനെയായത് വാർത്താ ലോകം വികസിക്കുകയാണ്. വാർത്താ ലോകം വികസിക്കുന്നു ഇതിനോടൊപ്പം തന്നെ. അങ്ങനെയാണ് പുതിയ സംഗതികൾ വാർത്തയിലേക്ക് വരുന്നത്. കുറെ കൂടി സൂക്ഷ്മ രാഷ്ട്രീയം പറയുന്ന വാർത്താ ബുള്ളറ്റിനുകളായിട്ട് നമ്മുടെ ഇത് പരിവർത്തിക്കുകയായിരുന്നു എന്ന് പറയാം. അതൊരു ഈ കാലഘട്ടത്തിനൊപ്പം സാങ്കേതികവിദ്യയുടെ വളർച്ചയിലൂടെ ഒപ്പം തന്നെ നമ്മുടെ തന്നെ ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളുടെയും കൂടി ഒരു മാറ്റമാണ് എന്ന് പറയാം. യെസ്, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നൗഫൽക്ക, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മൾ ആദ്യം ഇങ്ങനെ വാർത്ത വായിക്കുന്നു അങ്ങനെ ഉണ്ടാവുള്ളൂ, പക്ഷെ അന്ന് ഈ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം കൂടെ സംസാരിച്ചിരുന്നല്ലേ? എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ പ്രേക്ഷകർക്ക്, ഇപ്പൊ നമ്മൾ ജിൽസിയുടെ വീഡിയോ കാണാത്തവർക്ക്, ഇന്റർവ്യൂ കാണാത്തവർക്ക് ചിലപ്പോൾ കുറച്ച് കൗതുകം ഉണ്ടാവും. കാരണം ഈ വാർത്ത എവിടെ നിന്നാണ് വായിച്ചത്, എങ്ങനെയായിരുന്നു അതിന്റെ രീതി, അതൊക്കെ സാർ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും തോന്നുന്നു. അന്നത്തെ വാർത്താ വായനയുടെ ആ ഒരു അനുഭവം വളരെ ചുരുക്കം. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അത് വളരെ ചുരുക്കി പറയാം. അതായത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് വാർത്ത അവതരിപ്പിക്കാനുള്ളൊരു സ്കോപ്പ് അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഗവൺമെൻറ് അത് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്തത്? പക്ഷേ അന്ന് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ശശികുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം വാർത്ത എന്ന് പറയുന്നത് ലൈവ് തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ലൈവായിട്ട് അത് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക്, അതായത് ഏഷ്യാനെറ്റിൻ്റെ അന്നത്തെ ഈ അപ്ലിങ്ക് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന പിന്നെ ഫിലിപ്പീൻസിലെ സുബിക് ബേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ അയച്ചത്. അവിടെ ഇരുന്നാണ് വാർത്ത അവതരിപ്പിച്ചത്. ആദ്യമായിട്ട് ഞങ്ങളൊക്കെ വിദേശയാത്ര നടത്തുന്നതൊക്കെ അങ്ങനെയാണ്. ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നത് തന്നെ അപ്പോഴാണ്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ നിന്നാണ് വാർത്ത അവതരിപ്പിച്ചത്. അതായത് അന്നത്തെ 7:30-ക്കുള്ള ബുള്ളറ്റിനായിരുന്നു വൈകിട്ട്. ആ 7:30-ക്കുള്ള ബുള്ളറ്റിൻ പിന്നെ അവിടെ 10 മണിയായിരുന്നു. അപ്പോൾ ആ 10 മണിക്കാണ് ഞങ്ങൾ ആദ്യത്തെ ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. അത് തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമൊക്കെ. വലിയ പിന്നെ പരിപാടി ആയിട്ടാണ് അന്ന് വാർത്താവിതരണ മന്ത്രി PM സെയ്ദാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഫംഗ്ഷനൊക്കെ ആയിട്ടാണ്. അതിലൊരു കൗതുകമുള്ള ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അതായത് അന്ന് അവിടെ ആ ഉദ്ഘാടന സെഷനിൽ വെച്ചിട്ട് എൻ്റെ വാർത്ത കണ്ടിട്ട് പിന്നെ ഈ പത്രക്കാരൊക്കെ ശശികുമാറിനോട് ചോദിച്ചു ഇത്രേ, ഇതെന്താ ഇതിങ്ങനെ ഒരു 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 ദുർബലമായ എന്നെ അന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ആങ്കറായിട്ടൊന്നും കണക്കാക്കാൻ മാത്രമുള്ള ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ ജിൽസിയോട് പറഞ്ഞു അത്. പക്ഷേ പിന്നെ ഇതെന്താ ഇങ്ങനെ വേറെ ആരും കിട്ടിയില്ല? ഇപ്പൊ ദൂരദർശനിലൊക്കെ നല്ല ആളുകളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത്, അവരെ കൊണ്ടൊന്നും ചെയ്യിച്ചുകൂടായിരുന്നു എന്ന് സാറിന്. ശരിയാണ്.